എല്ലാ വിഷയങ്ങളിലും ആ ധാരണ പിശക് ഉണ്ടാവും. അതില് ഒന്നാമത്തതാണ് ഞാൻ യമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്തത് ഈ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ നോട്ട് ഇടാൻ മറന്നുപോകും, അതുകൊണ്ടാണ്. അപ്പൊ യമങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ നിരന്തരം അനുവർത്തിക്കേണ്ടുന്ന മഹാവ്രതങ്ങളാണ് യമങ്ങൾ. അപ്പൊ ആ യമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഹിംസ സത്യസ്തേയ ബ്രഹ്മചര്യ പരിഗ്രഹാഹ യമാഹ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇവകളാണ് യമങ്ങൾ. തുടർന്ന് ആചാര്യൻ പറയുന്നുണ്ട്, ജാതി ദേശകാല സമയാനവസ്ഥിതാഹ സാർവഭൗമാഹ മഹാവ്രതം. ജാതി ദേശകാല സമയാനവച്ഛിന്ന സാർവഭൗമ മഹാവ്രതം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് ഒട്ടുമിക്കവാറും ആളുകളും. വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയില്ല. എങ്കിലും പേരുകൊണ്ടും വേഷം കൊണ്ടും നമ്മുടെ സാമാന്യ പരിചയം കൊണ്ടും നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്നവരാ. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കൊതുക് വന്നിരുന്നാൽ നമ്മൾ അടിച്ചു പോകും. അപ്പൊ കൊതുകിന് നമ്മളൊരു അടി കൊടുക്കുന്നത് എങ്ങനത്തെ അടിയാണ് കൊടുക്കുന്നത്? കൊച്ചുങ്ങൾക്ക് കൊടുക്കണ പോലെ ഒരു അടിയാണ് കൊടുക്കണമെങ്കിലും കൊച്ചുങ്ങളെയും ചിലപ്പോൾ നമ്മൾ മുറുക്കി തല്ലാറുണ്ട്, അല്ലെ? ഇത്തിരി അമർഷത്തില്. അപ്പൊ അതുങ്ങൾക്ക് നോവും, വേദനയ്ക്കും. ആ അടി കൊതുകിനെ അടിച്ച് എങ്ങനെ ഉണ്ടാവും? അത് ശരിക്ക് ഈ വെള്ളത്തിൽ കലക്കിയ പുളി പോലെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ഹിംസ ചെയ്യുന്നില്ലേ? അഹിംസയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹിംസ ചെയ്യുന്നുണ്ട്. ഒരു പ്രദീപ് വിളിക്കുന്നുണ്ടല്ലോ, നമ്മളിലുള്ള ആളാണ്, പോയോ? ഒരു പ്രദീപ് വിളിക്കുന്നുണ്ട് നമ്മൾ. അതെ, ഇതില് അല്ല ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളും, ബാക്കിയെല്ലാം ജോയിൻ ആയല്ല. ആ അതെ അതെ. അപ്പൊ നമ്മള് തീരെ ഹിംസ ചെയ്യാത്തവരല്ലല്ലോ. അപ്പൊ ഈ അഹിംസ എന്ന് പറയണത് നമ്മൾ വ്രതമായിട്ട് സ്വീകരിക്കുകയും ഭാഗികമായിട്ട് നമ്മൾ ഹിംസ ചെയ്യുകയും ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മൾ പറയുന്ന അഹിംസ ശരിയാവുക? ഒരു ചോദ്യ. അപ്പൊ അത് അഹിംസ എന്നുള്ളത് വെറും പറച്ചിലായി പോയില്ലേ? അപ്പൊ ആദർശപരമായിട്ടൊരു അഹിംസ അവിടെ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ശരി ശരി. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞത്, എവിടെ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത്? നമ്മള് യമനിയമങ്ങള് പറഞ്ഞ, അതായത് കൊതുകിനെ കൊല്ലുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോട്ടെ. അവിടെ വെച്ച് ടൈം. അല്ല, അപ്പൊ നമ്മള് പോട്ടെ. കൊതുകിനെ കൊല്ലുമ്പോ അപ്പൊ നമ്മൾ ചിന്തിക്കും
ഇവിടെ അഹിംസയുടെ പാലനം നടന്നില്ലല്ലോ, ഹിംസ ചെയ്തല്ലോ. ഒരു പാറ്റ, അതേപോലെ തന്നെ നമുക്ക് ചൊറിയാൻ പുഴു, അല്ലെ, ഉറുമ്പുകള്, ഇതിനെയൊക്കെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ഷമ കെട്ടിട്ട് നമ്മൾ അതിനെ കൊന്നുകളയാറുണ്ട്. അതുപോലെ തന്നെ ഈ വേട്ടാവളിയൻ വന്നിട്ട് മണ്ണിന്റെ കൂട് വീടിന്റെ അകത്താ കൊണ്ടുണ്ടാക്കുക. അതിങ്ങനെ ജനലിലും നമ്മുടെ ചിലപ്പോൾ അലമാരിയുടെ മുകളിലും മൂലയ്ക്കലൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഇളക്കി കളയുമ്പോൾ അതിലെല്ലാം ഹിംസയുണ്ട്. അപ്പൊ പിന്നെ ഈ അഹിംസയെ കുറിച്ച് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ്, ശബ്ദശാസ്ത്രത്തെ നമ്മൾ ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തെ ശരിയായ രീതിയിൽ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആശങ്കകളെല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ അഹിംസ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ തോതിൽ അഹിംസയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ പൂർണ്ണമായതല്ല എങ്കിലും അതിനെ നമ്മൾ അഹിംസ എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും സത്യമല്ലെങ്കിലും അതിനെ നമ്മൾ സത്യം എന്നാണ് വിളിക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മൾ കളവ് എന്ന് പറയുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ അതിനെ കളവിന്റെ ഇല്ലായ്മ എന്ന് പറയുന്ന അസ്തേയമായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്നതായ ദോഷങ്ങൾ നിലനിൽക്കുമ്പോ അതിനെ നെഗറ്റീവ് സെൻസില് എങ്ങനെ അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്നൊക്കെ പറയാൻ പറ്റുക? അതില്ലെങ്കിലല്ലേ എങ്ങനെ പറയാൻ പാടുള്ളൂ? അപ്പോഴാണ് ശാസ്ത്രം പറഞ്ഞത്, ഈ അഹിംസ എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്ക് നഞ്ഞ് തത്പുരുഷ സമാസത്തിൽപ്പെട്ടതാ. നഞ്ഞ് തത്പുരുഷ സമാസം. അതായത് ഹിംസ എന്നുള്ള ശബ്ദത്തിന്റെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു നഞ്ഞ് പ്രത്യയമുണ്ട്. ആ നഞ്ഞ് പ്രത്യയം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തെ, ഇല്ലായ്മ എന്നുള്ളതായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. പ്രധാനമായിട്ട് നഞ്ഞിന്റെ അർത്ഥം നെഗറ്റീവ് സെൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്താ നെഗറ്റീവ് സെൻസ്? ഉണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ്, ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ്. ചെയ്തോളൂ എന്ന് പറയുന്നതാണ് പോസിറ്റീവ്, ചെയ്യരുതെന്ന് പറയുന്നതാണ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ അഹിംസയിൽ എന്താ ശരിക്ക്? ഹിംസയുടെ അഭാവമല്ലേ? അപ്പൊ ഹിംസയുടെ അഭാവം ഇല്ലാതിരുന്നിട്ടും അതിനെ പിന്നെ നമ്മൾ അഹിംസ എന്ന് പറയും. എങ്ങനെ പറയും? ഹിംസയുടെ ഭാവമാണല്ലോ ഉള്ളത്. കൊതുകിനെ കൊല്ലൽ മുതലായിട്ടുള്ള കാര്യങ്ങളില്ലേ? അപ്പോഴാണ് പറഞ്ഞത് ഈ നഞ്ഞു തത്പുരുഷ സമാസത്തിന് പ്രകരണാനുസാരം 6 അർത്ഥങ്ങൾ കൽപ്പിക്കാം. 6 അർത്ഥങ്ങൾ. എന്തൊക്കെയാണ് 6 അർത്ഥങ്ങള്? ഒന്ന്, അഭാവം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലായ്മ. അപ്പൊ ആ ഇല്ലായ്മയ്ക്ക് ഉദാഹരണം എന്താ? ഇല്ലായ്മയ്ക്ക് ഉദാഹരണം തീരെ ഇല്ല എന്നുള്ളതിന്. തീരെ ഇല്ലായ്മ എന്നുള്ള ഒരു ഉദാഹരണം പറയാമോ? അജ്ഞാനം, ജ്ഞാനത്തിന്റെ അഭാവം. ജ്ഞാനത്തിന്റെ അഭാവം എന്ന് പറയുന്നതായ ഒരു അജ്ഞാനമുണ്ട്. അതിനെ നമ്മൾ ഇഗ്നോറൻസ് എന്ന് പറയും. ഇഗ്നോറൻസ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല, ഒട്ടും അറിയില്ല. അവിടെ അജ്ഞാനം എന്നുള്ളതില് അവിടെ അഭാവാർത്ഥമാണ്. അടുത്തത് സാദൃശ്യാർത്ഥാണ്. സാദൃശ്യം പറയാണ്, സഹ അബ്രാഹ്മണ, അയാൾ അബ്രാഹ്മണനാണ്. അവിടെ അഭാവമല്ലല്ലോ, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ആ ഇരിക്കുന്നത് കഴുതയും പുലിയൊന്നുമല്ല, ഒരു മനുഷ്യനാ. വെറും മനുഷ്യനല്ല, തേജസ്വിതയാർന്ന ഒരു മനുഷ്യനാ. അപ്പൊ അയാളെ കണ്ടപ്പോ
ഒരാൾക്ക് സംശയം ഉണ്ടായി, ഇതൊരു ബ്രാഹ്മണനാണോ എന്ന് തേജസ് കണ്ടപ്പോഴേ. അപ്പൊ അറിയുന്ന ആള് പറഞ്ഞു, സഹ അബ്രാഹ്മണ, അയാൾ ബ്രാഹ്മണനല്ല. ഇല്ല എന്നുള്ള അർത്ഥമല്ല, ബ്രാഹ്മണൻ അല്ല എന്നുള്ള അർത്ഥം. അപ്പൊ ചോദിച്ചു, പിന്നത് ആരാ? കാരണം ബ്രാഹ്മണനുമായിട്ട് അയാളുടെ മുഖത്തിന്റെ തേജസ് ഒരു സാദൃശ്യമാണ്. അപ്പൊ ആ സാദൃശ്യം ബ്രാഹ്മണരിലല്ലാത്ത ആൾക്കാരിലും ആ സാദൃശ്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന ആൾ അബ്രാഹ്മണനാണ്, ബ്രാഹ്മണനല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബ്രാഹ്മണന് സമാനനാണ്. ബ്രാഹ്മണന് സമാനനാണ്. അപ്പൊ സമാനൻ എന്നുള്ള അർത്ഥത്തിൽ ഒന്നിനോട് ഒന്നിന് സമാനതയുണ്ട് എന്നുള്ള അർത്ഥത്തില്, സാദൃശ്യം എന്നുള്ള അർത്ഥത്തിൽ എന്ത്, ഈ അബ്രാഹ്മണ നഞ്ഞ തത്പുരുഷ സമാസാണ്. സാദൃശ്യം മനസ്സിലായില്ലേ? മൂന്നാമത്തെ അർത്ഥമാണ് തദൽപത. തദൽപത തദൽപതയ്ക്ക് എങ്ങനെയാ നഞ്ഞ തത്പുരുഷ സമാസം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഒരാള് പറഞ്ഞു, അയ്യോ ഈ കുട്ടിക്ക് തീരെ വയറില്ല കേട്ടോ, നല്ല ഭംഗി കാണാൻ. ഈ കുട്ടിക്ക് തീരെ വയറില്ല കേട്ടോ, നല്ല ഭംഗി കാണാൻ. അപ്പൊ തീരെ വയറില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലേ? അപ്പൊ അതിന് സംസ്കൃതത്തിൽ എങ്ങനെയാക്കും? അനുദര. ഉദര ഉദരമുള്ളവൾ, അനുദര ഉദരമില്ലാത്തവൾ എന്നല്ലേ അർത്ഥം വരേണ്ടത്. ഉദരത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുവോ? അപ്പൊ അവിടെ തദൽപത എന്നുള്ള അർത്ഥത്തിലാണ് അനുദര എന്നുള്ള പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അഹിംസയിലെ അഹിംസ എന്തായിരിക്കും? അഹിംസയുടെ അഭാവമാവണം എന്നല്ലേ നമ്മൾ ധരിച്ചത്. പക്ഷെ അവിടെ അഭാവ അർത്ഥമല്ല, തദൽപതയാണ് അവിടെ അർത്ഥം. അതായത് അല്പസ്വല്പം ഹിംസ അവിടെ ഉണ്ട്. അപ്പൊ അല്പസ്വല്പം ഹിംസ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ അഹിംസ എന്ന് എങ്ങനെ പറയാ? എടോ, അൽപത എന്നുള്ള അർത്ഥത്തിൽ അല്പതയെ കുറിക്കുന്ന രീതിയിൽ നിഷേധം എത്രയോ സ്ഥലത്ത് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് പ്രശ്നമില്ലല്ലോ, ഇവിടെ മാത്രം എന്താ പ്രശ്നം? അല്ലെ? ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് നോക്കി, സമാനമായ ഒരുപാട് കേസുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഓരോ പാർട്ടികൾക്കും പ്രത്യേക കേസുകളിൽ മാത്രമേ താല്പര്യമുള്ളൂ. മറ്റേലൊന്നും അവർ ന്യായം പറയില്ല. ചില കേസുകളിൽ മാത്രമേ അവർ ന്യായം പറയുള്ളൂ. അതൊരു അന്യായമല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ തദൽപത എന്നുള്ള അർത്ഥത്തിലാണ് അഹിംസ എന്നുള്ള അർത്ഥം നമ്മളെ പോലെയുള്ളതായ ആൾക്കാർക്ക് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വ്രതമാണ്, എന്തല്ല മഹാവ്രതമല്ല ഈ അഹിംസ. അതായത് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത്, ഗത്യന്തരമില്ലാണ്ട് വരുന്ന സമയത്ത് ഒരു കൊട്ടെല്ലാം നമ്മൾ കൊട്ടും. ഇനി കൊല്ലുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പ്രാണിയുടെ കഴുത്തറക്കുന്നതൊന്നും അല്ല അവിടെ. അതൊന്നുമല്ല കൊല്ലല്. കൊല്ലുന്ന പ്രക്രിയക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ഒരു തലം വെച്ചിട്ടുണ്ടെങ്കിൽ കന്നാലി അഴിച്ചു വിട്ടേ, അത് അതിൻ്റെതായ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യും? അയ്യോ ഇതേ കന്നാലി പോണു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഴയും തെങ്ങെല്ലാം തിന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ആ കന്നാലിയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് നമ്മുടെ കയറി കെട്ടിയിടും. അപ്പൊ ആ ഒരു കന്നാലിയുടെ സ്വാഭാവികമായ ഗതിയെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ, ബലം ഉപയോഗിച്ച് തടഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംസയായി. വളരെ സന്തോഷമായിട്ട് ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വായിൽ നിന്ന് വീണ ഒരു അക്ഷരത്തിന്റെ പേരിൽ അവിടെ ഒരു വ്യാകുലത ഉണ്ടായി, ആ പണി നിന്നുപോയി. ഹിംസയാണ്. അപ്പൊ ഇത്തരത്തിലുള്ളതായിട്ടുള്ള അഹിംസയെ കുറിച്ച് അറിഞ്ഞിട്ടും ഈ അഹിംസ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ശമിക്കുന്നില്ല. പക്ഷെ കാര്യമായ കുറവില്ലേ? നമ്മൾ ചിലപ്പോൾ ഹിംസ ചെയ്യുന്ന സമയത്തും മുൻപിൻ നോക്കാറില്ലേ? അല്പം അധികമായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ തന്നെ നിർത്താറില്ലേ? നമ്മൾ തന്നെ മാപ്പപേക്ഷിക്കാറില്ലേ? അപ്പൊ അങ്ങനെ കുറേശ്ശെ ഈ അല്പമായിട്ടുള്ള ഹിംസ കുറേശ്ശെയായിട്ട് നമ്മളിൽ നിന്ന് വേറിട്ട്, അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് കാലങ്ങളേറെ ചെല്ലുമ്പോൾ നമ്മൾ എന്തായി? ഈ പറയുന്നതായ പൂർണ്ണമായിട്ടുള്ള അഹിംസാവാദിയാവും.
അതുകൊണ്ട് വേദങ്ങളിൽ പറയുന്നതായ അഹിംസിത കർമ്മം എന്ന് പറയുന്ന അധ്വരം ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും. അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിഭോരസി, അല്ലെ? അഗ്നേയം യജ്ഞമധ്വരം, അവിടെ യജ്ഞത്തെ അധ്വരം എന്നാ പറഞ്ഞത്. ആ യജ്ഞം ഏതാ? സോമയാഗം മാതിരിയുള്ളതായ യജ്ഞം, അത് അധ്വരം എന്നാ പറഞ്ഞത്. പക്ഷേ അവിടെ നോക്കൂ, ഒരു പ്രാണിയെ അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. എന്തിനാ? യാഗപശുവാണ്, അല്ലെ? അശ്വമേധത്തില് കുതിരയെ വധിക്കാറുണ്ട്. അശ്വമേധത്തില് 4 കണ്ണുള്ള നായിനെ വധിക്കാറുണ്ട്, പട്ടിയെ വധിക്കാറുണ്ട്. അപ്പൊ ഈ അഹിംസിതമായ കർമ്മത്തിൽ എവിടുന്ന ഹിംസ വരുന്നെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, അവിടെ എന്താണ്? യജ്ഞീയ ഹിംസ ഹിംസ എന്ന ഭവതി എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, യജ്ഞത്തിൽ എത്ര കൊന്നാലും കുഴപ്പമില്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന്. അല്ലേ അല്ല, ആ യജ്ഞത്തിൽ നമ്മൾ ഒരു പ്രാണിയെ കൊന്നു അല്ലെങ്കിൽ 2 പ്രാണിയെ കൊന്നില്ലേ, അവിടെ 3 എണ്ണത്തെയോ 4 എണ്ണത്തെയോ കൊല്ലാൻ വിധാനമില്ല. അതാണ് യജ്ഞീയ ഹിംസ എന്ന് വെച്ചെങ്കിലോ, നമ്മളൊരു ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോ അവിടെ ഹിംസ ചെയ്യേണ്ടി വന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്താലാണ് ആ ഹിംസ പരമാവധി കുറയ്ക്കാൻ കഴിയുക? അതിനെയാണ് അല്പത എന്ന് പറയുന്നത്. അപ്പൊ ആ ഹിംസയെ പരമാവധി കുറച്ചിട്ട് എന്ത് ചെയ്യണം? അത് ആചരിക്കണം. കാരണം അത് ആചരിക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. യജ്ഞമില്ലാതെ ലോകം നിലനിൽക്കില്ല. അതുകൊണ്ട് ആ ഹിംസ അത് അനിവാര്യമാണ്. ഇപ്പൊ നമ്മൾ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ നന്നായിട്ട് മുട്ടിക്കുടഞ്ഞ് വിരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ ചവിട്ടിയുടെ മുകളിലേക്ക് ചേറിൽ നിന്ന് കയറി വന്ന ഒരു നായ വന്നിട്ട് ആ നായ അവിടെ കിടക്കാറുണ്ട്. പക്ഷെ അന്ന് ആ പുള്ളി ചെന്ന് ഈ ഇത്തിരി ചൂടൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, അല്ലെ? ഇത്തിരി ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്തുള്ള കുളത്തിൽ നിന്ന് കുറച്ചു നേരം ഈ വയറിന്റെ ഭാഗം കുറെ നേരം മുക്കി പിടിച്ചിട്ട് ആ ഒലിപ്പിക്കുന്ന വെള്ളവുമായിട്ടാണ് ഈ നായ വരുന്നത്. അപ്പൊ നമ്മളോട് ജി പട്ടി എന്ന് പറയുന്ന സമയത്ത് എന്തായി? പട്ടി പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറി പട്ടി അതേപോലെ തന്നെ താഴ്ത്തേക്ക് ഇറങ്ങും. അപ്പൊ അവിടെ നമ്മൾ ഹിംസ നടത്തി. കാരണം നടത്തിയില്ലെങ്കിലോ, നമ്മുടെ യജ്ഞത്തിന്റെ മണ്ഡപത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ മുൻവശം എന്ന് പറയുന്നത്, വീടിന്റെ മുൻവശം. അവിടെ എന്തിനാ നമ്മൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്? കാരണം ലക്ഷ്മിയുടെ നിവാസ സ്ഥാനമാണ്, ലക്ഷ്മി കയറി വരുന്ന ഇടവെന്നുള്ളതായ ഭാവനയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നായി കിടക്കേണ്ടടുത്ത് നായി കിടക്കണം. അങ്ങനെ നായ അതിന് അധികാരപ്പെടാത്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞാലോ നമ്മൾ അല്പം ശബ്ദം ഉയർത്തും, വേണമെങ്കിൽ കൈ കൊണ്ടൊരു കൊട്ടും അല്ലെങ്കിൽ ഒരു വടി എടുക്കും, പേടിപ്പിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഹിംസ ഉണ്ടാവും. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, അനുപഹത്യ ഭൂതാനി ന ഭോഗഹ സംഭവതി. വ്യാസന്റെ വാക്യ യോഗശാസ്ത്രത്തിൽ. ഒരു പ്രാണിക്കും ഒരു തരത്തിലുമുള്ള ഹിംസയെ കൊടുക്കാതെ ഈ ലോകത്ത് നമുക്ക് എവിടെയും ജീവിക്കാൻ കഴിയില്ല, നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അനിവാര്യമായിട്ടുള്ള ഹിംസയുടെ തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം അതിനെ നമുക്ക് അഹിംസ എന്ന് തന്നെ വിളിക്കാം. ഹിംസയുടെ തോത് അവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ യജ്ഞത്തിന് അധ്വരം എന്ന് പറയാൻ കാരണം എന്താ? കാരണം അവിടെ നിയമം അനുസരിച്ച് 2 പശുക്കളെയാണ് വധിക്കേണ്ടതിൽ എങ്കിൽ ആ 2 പശുക്കളെ മാത്രമേ വധിക്കൂ. പശുക്കളെ എന്തിനാണ് വധിക്കുന്നത് എന്നുള്ള കാര്യം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ അതാണ് ഈ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ അപരിഗ്രഹത്തിലേക്ക് പോവാ. അപരിഗ്രഹം എന്താ? ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചു വെക്കാതിരിക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ സ്വത്തോ പദാർത്ഥങ്ങളോ വിചാരങ്ങളോ ഒന്നും സംഗ്രഹിക്കാതിരിക്കുന്നതിന്റെ പേരാണ് അപരിഗ്രഹം. കാരണം യോഗമാർഗത്തിന് പരിഗ്രഹം വലിയ വിഘാതമാണ്. അപ്പൊ അതുകൊണ്ട് യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ എന്ത് ചെയ്യണം? അപരിഗ്രഹം എന്ന് പറയുന്നതായിട്ടുള്ള വ്രതത്തെ ധാരണം ചെയ്യണം. ഈ 2നെ കുറിച്ച് മാത്രമേ ഇപ്പൊ പറയണുള്ളൂ. പിന്നെയോ സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും പറയാം. നമ്മൾ സത്യം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യത്തിൽ
അവിടെയും എന്തുണ്ട്? ലേശമാത്രയിൽ നമ്മുടെ വ്യവഹാരങ്ങളിലെല്ലാം എന്തുണ്ട്? അസത്യമുണ്ട്. വളരെ രഹസ്യമായ കാര്യങ്ങൾ മുതിർന്ന രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ മോൻ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നുമില്ല. പൂർണ്ണമായിട്ട് സത്യമാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞേ. മിണ്ടനെല്ലാരും. ഹലോ. അല്ല. ആ അപ്പൊ നമ്മള് ഉണ്ട്, കാര്യം അവിടെ ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞതോ? കാരണം അത് അവനോട് പറയാൻ യോഗ്യമല്ല. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യും? കാര്യം അവിടെ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ ഇല്ല എന്നാണ് വാക്കുകൊണ്ട് പറഞ്ഞത്. മനസ്സിലൊന്ന്, വാക്കിലൊന്ന്, അതാണ് അസത്യം. അപ്പൊ അത്തരത്തിലുള്ള അസത്യവും നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് അഭ്യുദയം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഈ സത്യത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അവിടെ അല്പമാത്രയിൽ സ്ഥേയമുണ്ട്, അല്ല എന്താണ്, അസത്യമുണ്ട്. ആ അസത്യം എന്ന് പറയുന്നത് അല്പമാത്രയിലേ ഉള്ളൂ, പൂർണ്ണമായ മാത്രയില് ഇല്ല. പിന്നെയോ നമ്മുടെ സത്യവ്യവഹാരം നോക്കി. സത്യവ്യവഹാരം, ആ സത്യവ്യവഹാരത്തില് ഏതാണ്ട് സത്യത്തോട് അടുത്തു നിൽക്കുന്നു എന്നല്ലാതെ, അതുകൊണ്ട് സത്യത്തോട് അടുത്തു നിൽക്കുന്നത് കൊണ്ട്, സത്യത്തിന് സമാനമായത് കൊണ്ട് അവിടെ എന്താണ്, ഈ അബ്രാഹ്മണ എന്ന് പറയുന്നതായ പ്രയോഗം പോലെയാണ് ഏത് അസത്യം എന്ന് പറയുന്നതായ ശബ്ദത്തിന്റെ വിനിയോഗം. അതുപോലെയോ ആവശ്യത്തിൽ കൂടുതൽ അരുത് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ വയ്ക്കും, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാന്ന് പറഞ്ഞുണ്ട്. ചിലപ്പോ പിന്നെ ഉപയോഗിക്കേണ്ട സമയമേ നമുക്ക് വരില്ല, അത് ചീത്തയായി പോണത് കാണാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം മുന്നേറുന്ന വ്യക്തിത്വങ്ങൾക്ക് ഇതെല്ലാം എന്തുണ്ട്? പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എങ്കിലും അതിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പറഞ്ഞ പേരുകളിൽ തന്നെ നിഷേധമുണ്ടെങ്കിലും അതെല്ലാം അല്പാൽപമുണ്ട് എന്നുള്ളത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എന്ത്? അഹിംസയില് അല്പം ഹിംസയുണ്ട്. സത്യം നമ്മൾ പറയുന്നതില് അല്പം അസത്യത്തിന്റെ അംശമുണ്ട്. പിന്നെ അസ്തയം നോക്കി. അസ്തയം അതായത് നമ്മൾ സത്യം എന്ന് പറയുന്നത് ഏതാണ്ട് സത്യത്തോട് അടുത്തു നിൽക്കുന്നു എന്നേ ഉള്ളൂ, പൂർണ്ണമായിട്ട് അത് സത്യമല്ല. എന്നാൽ സത്യത്തിന് സദൃശമാണ്. സ്ഥേയം എന്താ? നിയമപൂർവമല്ലാതെ എന്തെങ്കിലും കൈവശപ്പെടുത്തുന്നതിന്റെ പേരാണ്. നിയമപൂർവമല്ലാതെ എന്തെങ്കിലും കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് സ്ഥേയം. അപ്പൊ ഒന്നോർത്തേ, നമ്മൾ കൈവശം വച്ചിരിക്കുന്നതൊക്കെ നിയമപൂർവമാണോ? ഇന്നൊരാള് എന്റെ വീടിന്റെ ബാത്റൂമിന് ഡോറ് വെക്കാൻ വേണ്ടി വന്നു. അയാൾ പറഞ്ഞു 2850 രൂപയാണ് തരേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ജിപേ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ജിപേ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് സാറേ, പക്ഷെ ജിപേയില് അല്ലാതെ തരാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി. എന്താ കാരണം? കാരണം ഈ ഡോറ് വെക്കുന്നവരൊക്കെ ജിപേയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇത് വരും, അല്ലേ? അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ അതെല്ലാം ശരിക്കും കൈക്കൂലി പോലെയുള്ള ഒരു അഴിമതി തന്നെയല്ലേ? എന്ത്? ആ ടാക്സിൻ്റെതായിട്ടുള്ള വള്ളിക്കെട്ടിൽ പെടാതെ, വരുമാനം ഉണ്ടെങ്കിലും അതിൽ പെടേണ്ടതാണെങ്കിലും അതിൽ പെടാതെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞ സ്ഥേയം തന്നെയാണ്. നമ്മൾ ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ചെറുതായിട്ട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനം ഒന്നും റെക്കോർഡിൽ കാണിക്കില്ല. എങ്കിലും നമ്മുടെ അപ്പൊ ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാത്ത ഒരാൾ എടാ കള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കോ? ഇല്ല. പിന്നെയോ
നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പറയണ്ട്. എന്താ നമ്മുടെ ലക്ഷ്യം? ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ എങ്ങനെ കഴിയും, ഇതാ നമ്മുടെ ചിന്ത. ഇന്ന് എങ്ങനെ കഴിയും, ഇന്ന് കഴിഞ്ഞു, നാളെ എങ്ങനെ കഴിയും, അതാണ് നമ്മുടെ ചിന്ത. അതിനപ്പുറം നമുക്ക് എന്താ ലക്ഷ്യബോധം ഉള്ളത്? പക്ഷെ ശാസ്ത്രം പറയണത് മനുഷ്യ ജീവിതത്തില് മനുഷ്യന് ഒരു ലക്ഷ്യം ആവശ്യമാണ്. ആ ലക്ഷ്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി യത്നിക്കുകയും ആ ബ്രഹ്മമാർഗത്തിൽ ചരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ബ്രഹ്മചര്യം. ബ്രഹ്മ പ്ലസ് ചര്യം, ചരിക്കേണ്ടത്. അങ്ങനെ ചരിക്കുമ്പോൾ എന്തിനാണ് ഈ എന്താ പറയുന്നത് അപരിഗ്രഹം കൊണ്ടുവന്നത്? ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ അരുതെന്ന്. ഒന്ന് ഓർത്ത് നോക്കി, ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ ആ യാത്ര നമ്മൾ എങ്ങനെ ഉണ്ടാവും? ബാഗ് എണ്ണി കയറ്റുക, ബാഗ് എണ്ണി എന്ത് ചെയ്യണം, ബെർത്തിലും താഴെയൊക്കെ ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇറങ്ങിക്കഴിയുമ്പോൾ പിള്ളേരോട് ചാടിക്കടിക്കുക, ആ ബാഗ് എടുത്തില്ല, ഈ ബാഗ് എടുത്ത്, അതാ എവിടെ കൊണ്ടുവച്ചു, ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് നിരക്കി പോയി, അവരുടെ ബാഗിന്റെ ഇടയിൽ വന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാ ഇതൊക്കെ! ഈ ആധിക്യം കൊണ്ടുണ്ടാവണതല്ലേ. ഇവിടുന്ന് എന്ത് ചെയ്യും? അച്ചാറ് വരയ്ക്കുള്ള സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് പോകും. മരുന്ന് പാരാസിറ്റമോൾ ഇരിപ്പുണ്ടെങ്കിൽ അതുവരെ എടുത്തുകൊണ്ട് പോകും. അവിടെ കിട്ടാത്ത സാധനമാണോ? അല്ലല്ലോ. അപ്പൊ നമ്മൾ പൈസ ഒരുപാട് സേവ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നാളേക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുണ്ട്. അതാ നമ്മുടെ മക്കളെടുത്ത് ദൂരത്തടിച്ച് കളയണം. അപ്പോ റെയിൽവേ പണ്ട് ഒരു സ്റ്റിക്കർ അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഒരു യാത്ര നമ്മുടെ ആസ്വാദ്യകരമാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളുമായിട്ട് യാത്ര ചെയ്യാം. എയർപോർട്ടിലൊക്കെ ചെല്ലണം, കാണണം അല്ലെ? ഇത്രയും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാര് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 7 കിലോ വരെയുള്ള സാധനങ്ങൾ ക്യാബിനിൽ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ അവര് യാതൊരു 8, 9 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ നമുക്ക് ഉപയോഗമുള്ള സാധനമാണോ? അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ കാർഗോയിൽ കയറ്റാം, നീച്ചെ താഴെ സ്ഥലമുണ്ട്, അതിൽ കയറ്റാം. അപ്പൊ ഇതെല്ലാം വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തെ കുറയ്ക്കും. ഏതാക്കിയ? ഹിംസ, അസത്യം, സ്ഥേയം, ലക്ഷ്യബോധമില്ലാത്തതായിട്ടുള്ള നമ്മുടെ ഓരോ യാത്രയും, ഒപ്പം ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കരുതുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖഭാരത്തെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ആ ദുഃഖഭാരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യോഗശാസ്ത്രം എഴുതിയിട്ടുള്ളത്. അതിന്റെ സമാന തന്ത്രമാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, സാഖ്യശാസ്ത്രം. ആ സാഖ്യശാസ്ത്രം ആരംഭിക്കുന്നത് തന്നെ അഥ ത്രിവിധ ദുഃഖാത്യന്ത നിവൃത്തിരത്യന്ത പുരുഷാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ത്രിവിധങ്ങളായ ദുഃഖങ്ങളിൽ നിന്നുള്ള അത്യന്തമായിട്ടുള്ള വേർപാടിന്റെ പേരാണ്, ആ വേർപാടാണ് നമ്മളുടെ പുരുഷാർത്ഥം. ഈ ജീവിതത്തിൽ നമ്മൾ സാധിച്ചെടുക്കേണ്ടത് ദുഃഖങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ മോചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഖ്യശാസ്ത്രം ആരംഭിക്കുന്നത്. ആ സാഖ്യശാസ്ത്രത്തിന്റെ സമാന തന്ത്രമാണ് യോഗം. അപ്പൊ ആ യോഗത്തിലെ 5 യമങ്ങളാണ് ഇത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന് പറയുന്നത്. അത് അപ്രകാരമല്ല നമ്മൾ ആചരിക്കുന്നതെങ്കിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ നമ്മൾ ആചരിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതുകൊണ്ട് ദുഃഖഭാരം ഏറെ ഉണ്ടാവുക. അത് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ളതായ ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, വേണുജിയെ അമ്പലത്തിലേക്കൊന്നും കാണാറില്ലല്ലോ, വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു എന്നോട്. പക്ഷെ അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് 8000 രൂപ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തിരുന്നു, പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് രസീതൊക്കെ തന്നു. എങ്കിലും അവരെന്നോട് ചോദിച്ചു, എന്താ അമ്പലത്തിലേക്ക് കാണാറില്ലല്ലോ, പൈസ തന്നാൽ മാത്രം പോരല്ലോ, പിന്നെ ഇടയ്ക്ക് വരും കൂടി ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അവരോടുള്ള കാര്യം പറഞ്ഞു. കാരണം അവിടെ നാളെ ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അപ്പൊ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലോ. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ പഠിച്ചത്
ഈ അമ്പലങ്ങളിലൊന്നും പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. വിഗ്രഹാരാധനയെ നിഷേധിക്കുന്ന ഒരു കൾട്ടിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത്. ഇപ്പോ വിഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് വിശ്വാസം ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അമ്പലത്തിൽ പോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൈനിക അജണ്ടയിൽ ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ തന്നെ ഞാൻ ഈ പുറത്തു നിന്നുകൊണ്ട് കുറച്ചു നേരം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും. അവിടുന്ന് പ്രസാദം മേടിക്കലോ തൊടലോ തീർത്ഥം സേവിക്കലോ ഒന്നും ചെയ്യാറില്ല. കാരണം അങ്ങനെ ഒരു കൾട്ടിൽ കൂടിയാണ് നമ്മൾ ഡെവലപ്പ് ആയത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ചോദിക്കില്ലല്ലോ ഇന്നെന്താ വരാഞ്ഞെന്ന് ചോദിക്കില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വരനെ കുറിച്ച് എന്തായാലും ഇന്ന് സംസാരിക്കാന്ന്. അപ്പൊ അമ്പലത്തിൽ പോക്കുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മള് ദർശനമാണ് ഇവിടെ വിഷയാക്കിയിരിക്കുന്നത്. യോഗശാസ്ത്രത്തിന്റെ 1-ാമത്തെ പാദത്തിൽ അവിടെ പറഞ്ഞതായ സൂത്രങ്ങളാണ് ഞാൻ എഴുതി വിട്ടിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഞാൻ പറയുന്നത് ഓർമ്മയിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് നോട്ടായിട്ടിട്ടത്. അതിൽ വെറും സൂത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ പറഞ്ഞിട്ടുണ്ട് തീവ്ര സംവേഗാനാമാസന്നഹ എന്ന്. തീവ്ര സംവേഗാനാം ആസന്നഹ മൃദുമധ്യാധിമാത്രത്വാത് തതോപി വിശേഷ. ഈ 2 സൂത്രം എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈശ്വര പ്രണിധാനാദ്വാ. പിന്നെ പറഞ്ഞു ക്ലേശകർമ്മ വിഭാഗാശയൈരപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. അടുത്തത് തത്ര നിരതിശയം സർവജ്ഞ ബീജം. അതിന്റെ അടുത്തത് സയേഷ പൂർവേഷാമപി ഗുരു കാലേനാനവച്ഛേദാത്. അടുത്തത് തസ്യ വാചക പ്രണവ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തജ്ജപസ്തദർത്ഥഭാവനം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫലം പറഞ്ഞു തതഃ പ്രത്യക്ചേതനാധികമോപ്യന്തരായാഭാവശ്ച. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ദുഃഖ വ്യാധിസ്ത്യാന സംശയ പ്രമാദാലസ്യാവിരതി ഭ്രാന്തി ദർശന ലബ്ധ ഭൂമികത്വാനവസ്ഥിതത്വാനി ചിത്തവിക്ഷേപാഹ തേന്തരായാഹ. അതിന്റെ ലാസ്റ്റ്, ആ പ്രകരണത്തിലെ ലാസ്റ്റ് സൂത്രമാണ് ദുഃഖ ദൗർമനസ്യ അംഗമേജയത്വ ശ്വാസ പ്രശ്വാസാഹ വിക്ഷേപ സഹഭുവ. അപ്പൊ നമുക്ക് പുറകിൽ നിന്ന് തുടങ്ങാം. പുട്ടുകുത്തണ പോലെ വാരിയിട്ട് വെന്ത് കഴിയുമ്പോ പുറകിൽ നിന്നല്ലേ കുത്തുക. നമുക്ക് നോക്കാം. ദുഃഖ ദൗർമനസ്യ അംഗമേജയത്വ ശ്വാസ പ്രശ്വാസ വിക്ഷേപ സഹഭുവ. അപ്പൊ നിങ്ങൾ ഇത്ര നാളും അനുശീലനം ചെയ്ത ഭാഗവതം, രാമായണം, ഭഗവത്ഗീത മുതലായ, പിന്നെ അതുപോലെ തന്നെ ഈ മോഡേൺ യോഗ, പിന്നെയോ ഒരുപാടുള്ളതായ സൈക്കോളജിക്കൽ അനാലിസിസുകൾ നമ്മൾ ഒരുപക്ഷെ അതിലൂടെ പോയിട്ടുണ്ടാവും. നമ്മുടെ മാനസികാരോഗ്യം സംഭവിക്കുന്നതായിട്ടുള്ള വളരെ അത്യന്താധുനികമായിട്ടുള്ള ജേർണൽസ് ഒക്കെ നമ്മൾ ഒരുപക്ഷെ പീരിയോഡിക്കൽസ് ഒക്കെ നമ്മൾ അപ് ടു ഡേറ്റഡ്, അതിലൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പൊ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ശാസ്ത്രവിസ്താരങ്ങളാണ്. എന്താ ശാസ്ത്രവിസ്താരം? ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രമേ പ്രതിപാദിച്ചിട്ടുണ്ടാവൂ. ആ ചുരുക്കി പ്രതിപാദിച്ചതിനെ മനുഷ്യർ അവിടുന്ന് എടുത്ത് അവരെന്ത് ചെയ്തു? അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് ഡെവലപ്പായപ്പോ ഒരു ടൈറ്റിലിന് പകരം മറ്റൊരുപാട് ടൈറ്റിലുകൾ വന്നു. ആ ടൈറ്റിലുകൾക്കോ സബ് ടൈറ്റിൽസ് വന്നു. ഇന്ന് സിനിമയൊക്കെ നോക്കി, സിനിമയിലെല്ലാം ഈ ടൈറ്റിൽ കൊടുക്കുന്നില്ലേ, സിനിമയ്ക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കുന്നില്ലേ? അതൊരു വലിയ ഇൻഡസ്ട്രിയാ ഇന്ന് നമ്മുടെ ലോകത്ത്. എത്ര 100 കണക്കിന് ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അവർക്ക് നല്ല പൈസയും കിട്ടുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഈ പറയുന്നതായിട്ടുള്ള ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതായ ഈ ശാസ്ത്രങ്ങൾ ഉണ്ടല്ലോ, ആ ശാസ്ത്രങ്ങള് വളരെ സംക്ഷിപ്ത രൂപത്തിലാണ് നേരത്തെ എഴുതി വെച്ചത്. അന്നത്തെ ആൾക്കാർ അതൊക്കെ കാണാതെ പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ കാര്യമായ വർക്കൊന്നും ചെയ്തിരുന്നില്ല. അവർ ഈ കാണാതെ പഠിക്കുന്നതില് വളരെ ശ്രദ്ധാലുക്കളായിരുന്നുകൊണ്ട് അത് കൈമോശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കാണാതെ പഠിച്ചു വെച്ചു. അവർക്ക് അതിന്റെ അർത്ഥത്തെക്കുറിച്ചോ പ്രയോഗത്തെക്കുറിച്ചോ പരീക്ഷണങ്ങൾ നടത്താനുള്ള സമയം ഉണ്ടായില്ല. കാരണം ഈ ശാസ്ത്രം മുഴുവനും വാരി വലിച്ച് ഗ്രന്ഥപ്പുര പോലെ തലയുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കണ്ടേ. അപ്പൊ ആ സൂത്രമാണ് ദുഃഖ ദൗർമനസ്യ അംഗമേ ജയത്വ ശ്വാസപ്രശ്വാസ വിക്ഷേപ സഹഭുവ. 5 കാര്യങ്ങളാ പറഞ്ഞത്. ദുഃഖം എന്താ? ബാധനാലക്ഷണം ദുഃഖം. നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മുടെ ഒരു വർത്തമാന ജീവിതത്തിൽ ഇന്നലകളെ വിട്. കാരണം ഇന്ന് പറയാൻ നമുക്ക് ഉദാഹരണമുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഇന്നലേക്ക് പോണേ? ഇതാണ് സത്യം അല്ലേ? ഇന്ന് നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തില് നല്ല ഉദാഹരണമുള്ളപ്പോൾ നമ്മൾ എന്തിനാ ത്രേതായുഗത്തിലേക്ക് പോണത്? ഉദാഹരണത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് പറയണില്ല എന്നുള്ളൂ, വേറെ ദിവസം പറയാം. ബാധനാലക്ഷണം ദുഃഖം. നമ്മളിങ്ങനെ നോക്കുമ്പോ എന്താണോ നല്ലതല്ല, ഇതിൽ കുഴപ്പമുണ്ടല്ലോ, അയ്യേ അത് പറ്റുന്നു തോന്നണില്ല, ഇങ്ങനെയുള്ളതായ ഒരു നെഗറ്റീവ് ബാധനമുണ്ടല്ലോ, ആ നെഗറ്റീവായിട്ടുള്ള ബാധനം ലക്ഷണമായിട്ടുള്ള വികാരമാണ് ദുഃഖം. ബാധനാ ലക്ഷണം ദുഃഖം. നമുക്കത് നല്ലതാണെന്ന് തോന്നാതിരിക്കുക. ഏതും ആവാം. നല്ലതാണെന്ന് തോന്നാതിരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ പ്ലസൻസ് ഇല്ലാണ്ടാവും. പ്ലഷർ ഉണ്ടാവില്ല. കാരണം എന്താ? നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ ഉള്ളിൽ കിടന്ന് ദഹിക്കാതെ അത് തികട്ടുക. അപ്പൊ ആ ദുഃഖം ഒന്ന്. ആ ദുഃഖത്തെ തുടർന്ന് നോക്കിയേ. ആ ദുഃഖം നമ്മളിൽ ഇങ്ങനെ ആരൂഢമായിരിക്കുന്ന സമയത്ത് ഇഷ്ടമാതിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പകുതിയിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സ് ദുഃഖത്തെ പേറുക. ഈ ബാധനാ ലക്ഷണം അവിടെ കളിച്ചോണ്ടിരിക്കുക. എന്തുകൊണ്ടാ നമ്മൾ ചെയ്യേണ്ട പണിയിലേക്ക് ചെയ്യാതിരിക്കാൻ നമുക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാ? അതിന്റെ പേരാണ് ദൗർമനസ്യം. ചെയ്യേണ്ട ജോലി ചെയ്യാൻ തോന്നുന്നില്ല, മറിച്ച് ആ നമ്മുടെ മനസ്സ് പേറുന്നതായിട്ടുള്ള ആ ബാധനാ ലക്ഷണത്തെ തുടർന്ന് ചുമക്കാനാണ് എന്ത് മനസ്സ് നിശ്ചയിക്കുക. അപ്പൊ നമ്മൾ പറയും മനസ്സില്ല. പിന്നെ നല്ലതെങ്കിലും പറഞ്ഞാലോ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനെ ഗ്രഹിക്കാൻ വേണ്ടി മനസ്സിനെ അങ്ങോട്ടേക്ക് വെച്ചാലല്ലേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. മനസ്സിവിടെയാ. അങ്ങനെ വരുമ്പോൾ എന്താവും? നമ്മുടെ ശരീരത്തിലെ മുഴുവൻ എനർജിയും ഈ പ്രോബ്ലത്തിന് ചുറ്റും കിടന്ന് കളിക്കാൻ തുടങ്ങും. ഈ പ്രോബ്ലത്തിന് ചുറ്റും. അതിന്റെ പേരാണ് ദൗർമനസ്യം. ആ ദൗർമനസ്യം നമ്മളെ പിടികൂടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അംഗമേജയത്വം. ദുഃഖത്തെ തുടർന്ന് ദൗർമനസ്യം, അംഗമേജയത്വം. എന്താ അംഗമേജയത്വം? ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വിറയൽ അനുഭവപ്പെടും. അതല്ലെങ്കിലോ
ചിലപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ആക്കും, കൈ ഇങ്ങനെ ആക്കും, അതല്ലെങ്കിൽ ഈ വിരലെടുത്തിട്ട് ഇങ്ങനെ ഒടിക്കും, പിന്നെ ഇങ്ങനെ ഒടിക്കും, പിന്നെ ഇങ്ങനെ ആക്കും. ഇതെല്ലാം എന്താ? മനസ്സിനെ ബാധിച്ചിട്ടുള്ളതായ ആ ബാധനാലക്ഷണ രൂപമായ ദുഃഖം ഉണ്ടല്ലോ, ആ ദുഃഖം സൃഷ്ടിച്ച ദൗർമനസ്യത്തിന്റെ ഫലമായിട്ട് ആ ദൗർമനസ്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ളതായ ദൗർമനസ്യം ഏറെ ഉണ്ടെങ്കിൽ അത് ശരീരവ്യവസ്ഥകളെ വളരെ പ്രതികൂലമായി ബാധിക്കും. അപ്പൊ പ്രകൃതി എന്ത് ചെയ്യും? ഈ അംഗങ്ങളെ ചലിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തരും. നമ്മൾ ഞെട്ടൊടിക്കണം എന്ന് വിചാരിച്ചല്ല ഞെട്ടൊടിക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ടക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യും? ആദ്യം ഇങ്ങനെ ഒടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ വലിക്കും, പിന്നെ ഇങ്ങനെ വലിച്ചു നോക്കും. ചില ആൾക്കാരുണ്ടല്ലോ, ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന നല്ല പ്യുവർ വൈറ്റ് പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ ബബിൾ ബബിളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കാനുള്ള സാധനം, അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വന്ന സാധനം എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാം ചില പിള്ളേരെ എടുത്തിട്ട് അതിങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കലാണ്, ഇങ്ങനെ പട്ടാസ് പൊട്ടിക്കണ പോലെ. എന്താ പ്രയോജനം? പ്രയോജനമാണ് നമ്മൾ നേരിട്ടിട്ടുള്ളതായ ദൗർമനസ്യത്തിൽ നിന്ന് ഈ മനസ്സിനെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ധർമ്മപഥത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അംഗമേ ജയത്വം. അതിന്റെ ഫലമായിട്ടോ ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയില് വലിയ വ്യതിയാനം വരും. അതുകൊണ്ടാണ് ദുഃഖം, ദൗർമനസ്യം, അംഗമേ ജയിത്വം, ശ്വാസപ്രശ്വാസം എന്ന് വെച്ചാൽ ഇത് അഞ്ചും സൂചിപ്പിക്കുന്നത് നമ്മൾ ഓക്കെ അല്ല എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ മിടുക്കന്മാരും മിടുക്കികളാണ്. അവരിടയ്ക്കിടയ്ക്കുള്ളതായുള്ള അവരുടെ ബെസ്റ്റിയോട് ചോദിക്കും, നീ ഓക്കെ അല്ലേടാ, നീ ഓക്കെ അല്ലേടാ എന്ന്. ഈ ബെസ്റ്റി അങ്ങോട്ടും ചോദിക്കും, എടി ഇങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? അവരുടെ ഒരു പ്രത്യേക ലാംഗ്വേജ്, ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓക്കെ അല്ല എന്നാണ് ഇത് ഈ അഞ്ചു സംഗതികൾ സൂചിപ്പിക്കുന്നത്. ദുഃഖം, ദൗർമനസ്യം, അംഗമേ ജയിത്വം, ശ്വാസം പ്രശ്വാസം. വിക്ഷേപ സഹഭുവ, ഇവ വിക്ഷേപത്തിന്റെ കൂടപ്പിറപ്പുകളാണ്. പണ്ട് ഹരിനാമ കീർത്തനത്തിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, വിക്ഷേപമാവരണം ഈ രണ്ടു ശക്തികളെ എന്ന്. വിക്ഷേപമാവരണം ഈ രണ്ട് ശക്തികളെ എന്ന് ഹരിനാമ കീർത്തനത്തില് എഴുത്തച്ഛൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അപ്പോ ഈ ലാസ്റ്റ് സൂത്രം വഴിക്ക് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പിലുള്ള സൂത്രത്തിലേക്ക് ഇപ്പൊ കയറുകയാണ്. വ്യാധി, സ്ത്യാനം, സംശയ, പ്രമാദ, ആലസ്യം, അവിരതി, ഭ്രാന്തി ദർശനം, അലബ്ധഭൂമികത്വം, അനവസ്ഥിതത്വം. 9 കാര്യങ്ങൾ അവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വ്യാധി? എന്താ? ധാതു രസകരണ വൈഷമ്യം. നമ്മൾ തിന്നത്, നമ്മൾ കുടിച്ചത്, അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതെന്തോ ഡിസ്ലൊക്കേറ്റ് ചെയ്ത പോലെ, ദിശാബോധമില്ലാതെ ചലിക്കുന്ന പോലെ അവിടെ നടക്കുന്നതായ പ്രവർത്തനങ്ങളുടെ ഒരു സമീകൃത അവസ്ഥയ്ക്ക് ഭംഗം സംഭവിച്ചു എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ചിലപ്പോൾ വയറ്റിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ചെസ്റ്റിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കഴുത്തിലായിരിക്കും, അല്ലെങ്കിൽ കണ്ണിലായിരിക്കും, മൂക്കിനകത്തായിരിക്കും. എവിടെയാണെങ്കിലും എന്തുണ്ടാവും? നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഇത് കുറച്ച് അധികമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഏത്? ഈ വ്യാധി എന്ന് പറഞ്ഞ ധാതു രസകരണ വൈഷമ്യം.
അതായത് ശരീരം എന്ന് പറയുന്നതായിട്ടുള്ള ഈ സിസ്റ്റം അത് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അവിടെ ഒരു രോഗം ഉണ്ടായതായിട്ട് ഒരു ശങ്ക പോലും നമുക്കില്ല. കാരണം എന്താ? നമുക്ക് അതിന്റെ ലക്ഷണങ്ങളൊന്നും ശരീരത്തിലോ മനസ്സിലോ തോന്നിയിട്ടില്ല. സ്മൂത്ത് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ പ്ലസന്റ് ആയിരുന്നു. അപ്പൊ ഈ ധാതുക്കൾ, സപ്തധാതുക്കളിലും നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്ത അതിന്റെ രസത്തിലും വരുന്നതായിട്ടുള്ള വൈകൃതമാണ് ഏത്? രോഗം. അങ്ങനെ ഒരു വൈകൃതം ഇതിനുണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്താലോ അതിനെ വീണ്ടും സമീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. വിഷമത്തെ സമമാക്കാൻ നോക്കും. വിഷമം എന്താ? സമത്തിന്റെ വിപരീതമാണ് വിഷമം. അതാണ് വിഷമം. അപ്പൊ വ്യാധി. അടുത്തത് സ്ത്യാനമാണ്. സ്ത്യാനം. സ്ത്യാനം എന്താ? നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമുക്കറിയാം അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ടൊക്കെ തോന്നാം. നമ്മൾ വിചാരിക്കാൻ എന്താ, കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കളയാം, അവിടെ പോകാണ്ട, അത് ഞാൻ പിന്നെ പോയിക്കോളാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ആരെങ്കിലും വന്നെങ്കിൽ ഇത് അവനെ ഏൽപ്പിക്കായിരുന്നു. അപ്പൊ നമ്മള് എന്താ, ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോ താല്പര്യമില്ല, ആ താല്പര്യമില്ലായ്മ കൊണ്ട് നമ്മുടെ ആ ഡ്യൂട്ടി വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക. ഇപ്പൊ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണെങ്കിലും അതൊരു എസ്കേപ്പിസമാണ്. മറ്റൊരു ആവശ്യത്തിന് പോയാലും ഇതിനെ വിട്ടിട്ടാണ് നമ്മൾ പോണത്, അല്ലേ? അല്ലെങ്കിൽ ഇത് കുറച്ച് പാടാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് തീരുമ്പോഴത്തേക്കും ഞാനിപ്പോ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് സ്ത്യാനം. ഇത് വേറൊരു നമ്മുടെ മനോരോഗമാണ്. ചിത്തത്തെ ബാധിക്കുന്നത് ഒരു അസ്കിതയാണല്ലോ, വ്യാധിയെ പോലെ തന്നെ. അടുത്താണ് സംശയം. ഒക്കെ ശരിയായി, ഒക്കെ മനസ്സിലായി എന്ന് വിചാരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് എന്ത്? തുടക്കത്തിൽ തന്നെ അയ്യോ ഇത് ചോദിച്ചില്ല, അയ്യോ അത് ചോദിച്ചില്ല. സംശയം. ഉഭയകോടിസ്പൃക് വിജ്ഞാനം സംശയ. അതാണോ ഇതാണോ എന്ന് ആരും പറഞ്ഞു തരാനില്ലല്ലോ. ആ സമയത്ത് അയാൾ ഉണ്ടായിരുന്നു, അയാളോട് ചോദിച്ചിരുന്നെങ്കിൽ അയാൾ പറയായിരുന്നു ഞാൻ ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല, അപ്പൊ ഒക്കെ ഓക്കെ ഏതായിട്ടാ തോന്നിയത്, പക്ഷെ ഇപ്പോഴാണ് ആ സംശയം വന്നത്. ഇതാണ് സംശയം. സംശയം ഇത് ഇവിടെ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം സംശയങ്ങൾ പല കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് മുന്നേറുന്ന മാർഗത്തിലെ വിഘ്നങ്ങളാണ് ഇത് രോഗം. ആ രോഗത്തെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? വ്യാധി എന്ന് പറഞ്ഞിട്ടുള്ളത്. മുന്നേറ്റത്തിന്റെ മാർഗത്തിൽ തടസ്സമാണ് സ്ത്യാനം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താലല്ലേ നമുക്ക് മുന്നേറ്റത്തിന് ശക്തമായി മുന്നേറാൻ കഴിയൂ. അത് വേറൊരാളെ ഏൽപ്പിച്ച് മുങ്ങിക്കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് പിന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാവും? നമ്മൾ അതിന്റെ അവസരം കളഞ്ഞു കുളിച്ചില്ലേ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റുമോ? അത് തീർത്തിട്ട് വേണ്ടേ മുന്നേറാൻ? അടുത്തതാണ് പ്രമാദം. പ്രമാദം. നമ്മൾ വിചാരിക്കുകയാണ് എന്ത്, അതിപ്പോ സംശയം തീർത്ത് ഉറപ്പൊന്നുമില്ല, എങ്കിലും അന്ന് ചെയ്തേക്കാം. സംശയം നിലനിൽക്കെ തന്നെ അത് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് എന്ത്? പ്രമാദം. അതൊക്കെ ശരിയാവുന്നേ, ഇതിപ്പോ തെറ്റുണ്ട്, എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സംശയം തീരാതെ തന്നെ സംശയമുള്ള വിഷയത്തില് അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് പ്രമാദാവും. അടുത്തതാണ് ആലസ്യം. ആലസ്യം എന്താ? സ്ത്യാനം പോലെയാണ്, പക്ഷെ സ്ഥാനം പോലെ എന്നാ സ്ത്യാനം പോലെ അല്ല ആലസ്യം. ആലസ്യം എന്താ? മനസ്സിന് ഭയങ്കര ഭാരം, എഴുന്നേക്കാൻ തോന്നുന്നില്ല. പോണമെന്നുണ്ട്, പക്ഷെ എഴുന്നേക്കാൻ ആവുന്നില്ല. ധ്യാനത്തിൽ അങ്ങനെയല്ല, നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ആലസ്യം പ്രമാദം വന്നു. പ്രമാദത്തിൽ എന്താവും? അത് പിന്നെ ഞാൻ ശരിക്കും ചെയ്തുകൊള്ളാം, ഇപ്പൊ ഇങ്ങനെ പോയാൽ മതി. പിന്നെയോ സംശയങ്ങളോ നീങ്ങിയിട്ടില്ല. സംശയം നീങ്ങാതെ തന്നെ പോയി പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് പ്രമാദമായി. അടുത്തതാണ് അവിരതി. അവിരതി. അവിരതി എന്താ? ഇവിടുന്ന് പോണെങ്കിൽ
ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ, നിർത്തിയിട്ട് വേണം പോവാൻ. അമ്മ ചോറുണ്ണാൻ വിളിക്കുക. അപ്പൊ അമ്മ പറയും, അമ്മ ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കുക, ഇന്റർവെൽ ആവട്ടെ. അപ്പൊ അമ്മ പറഞ്ഞു, നീ വീഡിയോ ഇല്ലേ കാണുന്നത്, അല്ലെങ്കിൽ ഇതിലല്ലേ കാണുന്നത്, അങ്ങോട്ട് മ്യൂട്ട് ചെയ്യുക. അല്ലമ്മേ, ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഇതായിരുന്നു, കാരണം അടുത്തത് എന്താണെന്ന് ഭയങ്കര ആങ്ഷ്യസ് ആണ്. അപ്പൊ അവിടെ ചോറ് വിളമ്പി വെച്ചിട്ട് വിളിക്കുക. അപ്പൊ ഇവിടുന്ന് പോവാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. കാരണം ഇതിന്റെ രസത്തോട് മനസ്സിങ്ങനെ ചേർന്നിരിക്കുക. അപ്പൊ പിന്നെ മനസ്സെങ്ങനെ അങ്ങോട്ട് പോവും? അപ്പൊ ഈ വിരതി ഇല്ലാതിരിക്കുക, അതിനോട് അപ്പം ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് ചെയ്യാൻ തോന്നാതിരിക്കുന്നതാണ് അവിരതി. അത് മുന്നോട്ടുള്ള പോക്കിന് മറ്റൊരു തടസ്സമാണ്. അടുത്തതാണ് ഭ്രാന്തി ദർശനം. വാസ്തവികത എന്താണോ അതിന് വിപരീതമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുക. എന്താണോ വാസ്തവം, ആ വാസ്തവം അറിഞ്ഞിരിക്കെ തന്നെ ഏതോ കാരണത്താൽ അതിന് നേർ വിപരീതമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക. ഭ്രാന്തി ദർശനം. അടുത്തത് അലബ്ധ ഭൂമികത്വം. നമ്മൾ വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ ഒരു സ്ഥാനം അത് നമുക്ക് കിട്ടുന്നില്ല. അതാണ് അലബ്ധ ഭൂമികത്വം. ലാസ്റ്റാണ് അനവസ്ഥിതത്വം. ഇനി കിട്ടിയാലോ അത് പെട്ടെന്ന് കൈവിട്ടുപോയി. എന്നുവെച്ചാ ക്യാച്ച് ചെയ്തു, പക്ഷെ കയ്യിൽ നിന്നില്ല. അനവസ്ഥിതത്വം. ഇങ്ങനെ നമ്മുടെ യോഗമാർഗത്തില് 9 വിഘ്നങ്ങൾ ഉണ്ട്. അതിനെ അന്തരായങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ ചിത്തത്തിന്റെ മലം എന്ന് പറയുന്നത്. ചിത്തത്തിന്റെ അഴുക്കാണത്. അപ്പൊ അത് ചിത്തത്തിന് വ്യാധി, ധ്യാനം, സംശയം, പ്രമാദം, ആലസ്യം, അവിരതി, ഭ്രാന്തി ദർശനം, അലബ്ധ ഭൂമികത്വാനി ചിത്തവിക്ഷേപാഹ തേ അന്തരായാഹ. ഇവയാണ് ചിത്തത്തിന്റെ 9 വിക്ഷേപങ്ങൾ. ഇവ തന്നെയാണ് ചിത്തത്തിന്റെ 9 അന്തരായങ്ങൾ, ചിത്തത്തിന്റെ മാർഗത്തിലെ 9 തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ദുഃഖിതനായിരിക്കും, ദൗർമനസ്യമുള്ളവനായിരിക്കും, ഇതേപോലെ ഈ ഞെട്ടൊടിക്കുക മുതലായിട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന ആളായിരിക്കും. പിന്നെന്താകും, അവന് ശ്വാസത്തിന്റെ ഗതി ചിലപ്പോൾ അത് അങ്ങനെ വേരി ചെയ്ത് നമുക്ക് പോയിക്കൊണ്ടിരിക്കും. അല്ലെ, ദേഷ്യം വരുമ്പോ വേരി ചെയ്യില്ലേ, സ്നേഹം വരുമ്പോ വേരി ചെയ്യില്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പക്ഷേ കുഴപ്പമില്ല. അപ്പൊ ഈ 9 തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ 5 നിശ്ചയമായിട്ടും അതിന്റെ കൂടപ്പിറപ്പുകൾ എന്നുള്ള രീതിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 9 5 എത്രയായി? 14. അപ്പൊ എന്താ ഇതിന്റെ മരുന്ന്? ഇതിന്റെ മരുന്നാണ് തജ്ജപഹ തദർത്ഥഭാവനം. ജപിക്കുക, ആ വാക്യം ജപിക്കുക, അതിന്റെ അർത്ഥത്തെ ഭാവന ചെയ്യുക. ഏതിന്റെ? അതിനു മുമ്പിലത്തേക്ക് പോവാം. തസ്യ വാചകഃ പ്രണവഃ. ആ ഈശ്വരന്റെ പേരാണ് പ്രണവം. പ്രണവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓങ്കാരം. ആ ഓങ്കാരം നമ്മൾ ജപിക്കും തോറും തേങ്ങ ചിരകുന്ന പോലെയാ. ചിരകുന്തോറും എന്താകും? അത് അതായത് ചെറിയതായിട്ടുള്ള പാലൊലിക്കുന്നതായിട്ടുള്ള ആ തേങ്ങാ ശകലങ്ങൾ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് വരുന്നത് കാണാം. ചന്ദനത്തിന്റെ ഒരു മുട്ടി ഉരയ്ക്കും തോറും സുഗന്ധം കൂടുന്നത് കാണാം. സ്വർണം നമ്മൾ തുടയ്ക്കും തോറും അതിന് തിളക്കം കൂടുന്നത് കാണാം. കരിമ്പ് നമ്മൾ കടിച്ച് ചീവും തോറും അകത്തേക്ക് കയറുന്നോളം മധുരം കൂടുന്നത് കാണാം. അതുപോലെ നമ്മൾ ഉച്ചരിക്കും തോറും നമ്മുടെ ഗുഡ് ഫീലിംഗ്
അത് കൂടിക്കൂടി വരുന്നതാണ് പ്രണവജപം. ഈ ഗുഡ് ഫീലിംഗ് കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് അതിന് പ്രണവം എന്ന പേര് വരാൻ കാരണം. പ്രകർഷേണ നവം നവം ഇത്യനുഭൂയതേ. കഴിഞ്ഞ ജപത്തിൽ ഉണ്ടായ അനുഭൂതിയല്ല അടുത്ത ജപത്തിൽ ഉണ്ടാവുന്നത്. അതിനേക്കാൾ അല്പം കൂടി പ്യുവർ ആയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അനുഭൂതിയാണ്. അടുത്ത ജപം വീണ്ടും റിപ്പീറ്റ് ചെയ്തേ. അപ്പൊ അതിനെ ജപിച്ചാൽ മാത്രം പോരാ, അതിന്റെ അർത്ഥത്തെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക കൂടി ചെയ്യണം. അങ്ങനെ ചെയ്താലോ തതഹ പ്രത്യക്ചേതനാധികമഹ, നമ്മൾ ആരാണ് എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കും. നമ്മുടെ വീട് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ പുറത്തെ ദൃശ്യങ്ങളെല്ലാം അപ്രത്യക്ഷമാവാറില്ലേ? അതുപോലെയാണ് നമ്മൾ ആത്മാന്വേഷണം ചെയ്തുകൊണ്ട്, പ്രണവം ജപിച്ചുകൊണ്ട് ആത്മാന്വേഷണം ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോ ഈ പുറമേ നമ്മൾ എന്തിന്റെ പിറകെയാണോ ഇന്നലെ വരെ ഓടിയത് ആ വിഷയങ്ങളൊന്നും പിന്നെ കാണൂല. അകത്തേക്ക് കയറുമ്പോൾ പുറത്തെ കാഴ്ചകൾ ഇല്ലാണ്ടാവുന്ന പോലെ പുറത്തെ വിഷയങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല, പക്ഷെ ആ വിഷയങ്ങളുടെ നമ്മുടെ അനുഭവം ഇല്ലാണ്ടാവും. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതുമായിട്ട് സമ്പർക്കം ഉണ്ടാവില്ല. അപ്പൊ പ്രകർഷേണ നവം നവം ഇത്യനുഭൂയതേ ഇത്യസ്മാത് പ്രണവ ഓങ്കാരം തന്നെയാണ്. ആ ഓങ്കാരം എന്നുള്ളത് ഈശ്വരന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പേരാണ്. ആ ഓങ്കാരത്തിൽ നമ്മൾ കൊടുക്കുന്നതായ ചായങ്ങളാണ്, വർണ്ണങ്ങളാണ് വിഷ്ണു, ഇന്ദ്രൻ, വരുണൻ മുതലായത്. അല്ലെ, നമുക്ക് പ്യുവറായിട്ടൊരു വൈറ്റ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും കളർ ചെയ്യാമല്ലോ. അപ്പൊ ആ ഓങ്കാരത്തിന് നമ്മൾ വരുത്തിയിട്ടുള്ള കളറാണ് ഏത്? ബാക്കിയുള്ളതായ ഈശ്വരന്റെ പേരുകളെല്ലാം. അപ്പൊ എല്ലാം ഓങ്കാരം. അപ്പൊ എല്ലാ വർണ്ണങ്ങളും ചേരുന്നതിന്റെ പേരാണ് ധവളവർണ്ണം. ശുഭ്രവർണ്ണം. ആ ശുഭ്രവർണ്ണത്തിലാണ് എന്ത്? മറ്റുള്ളതായ എല്ലാ നിറങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഒരു ഓങ്കാരത്തിൽ നിന്ന് എല്ലാ നാമങ്ങളും ഉണ്ടായി അവസാനം എല്ലാം ഓങ്കാരത്തിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യും? ലയിക്കും. അപ്പൊ ശുഭ്രത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി, ആ എല്ലാം ചേർന്ന് അത് ശുഭ്രത്തിൽ പോയി ലയിക്കും. അതുപോലെ ഞാൻ എന്നുള്ള അനുഭൂതിയിൽ നിന്ന് നമ്മൾ ഈ ലോകം എന്നുള്ള അനുഭൂതിയിലേക്ക് വന്നു. അവസാനം ആ ലോകം എന്നുള്ള അനുഭൂതിയിലേക്ക്, ഞാൻ എന്നുള്ള അനുഭൂതിയിലേക്ക് നമ്മൾ തിരികെ എത്തും. അതിനെയാണ് കേവലാനുഭൂതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 5-10 മിനിറ്റ് നേരം നമ്മുടെ മൊബൈലിൻ്റെതായിട്ടുള്ള പ്രശ്നം കാരണം കൊണ്ട് പോയി. സാരമില്ല. അപ്പൊ ഇവിടം വരെ ഇന്നിപ്പോ ആയുള്ളൂ. മണി 9:10 നമുക്ക് വിരമിക്കണ്ടേ?